ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം അതുപോലെ അതിൻ്റെ ബാത്റൂമൊക്കെ വെട്ടിത്തിളങ്ങായിട്ട് ഈ ഒരു സൂത്രം മാത്രം മതി. നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടോ? കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ബാത്റൂം, നമ്മുടെ കിച്ചൺ സിങ്ക്, വാഷ് ബേസിൻ എല്ലാം വെട്ടിത്തിളങ്ങും, ക്ലോസറ്റ് എല്ലാം വെട്ടിത്തിളങ്ങും. അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സുകളും റെസിപ്പികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഏറെ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ്. ഒരുപാട് ഉലുവ ഒന്നും ഇടരുത്. ഒരു ടീസ്പൂൺ ഉലുവയൊന്നും ഇടരുത്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇടാവുള്ളൂ. കൂടി പോകരുത്. ഉലുവ കൂടിപ്പോയി കയ്പുണ്ടാകും. അതുകൊണ്ടാണ് കുറച്ച് ഉലുവ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഉള്ളി വേണേൽ അരിഞ്ഞിടാം. പക്ഷെ ഞാൻ ഉള്ളിയൊന്നും ഇടുന്നൊന്നുമില്ല. പകരം 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 2 വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറ്റിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കുക. ഇറച്ചി ഇപ്പം ചിക്കൻ ആണെങ്കിലും അതുപോലെ തന്നെ ബീഫ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കറിയൊക്കെ ചിക്കനൊക്കെ സാധാരണ താളിച്ചെല്ലാവരും വെക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ താളിച്ച് വെക്കുന്നതിന് പകരം അല്ലാതെ തന്നെ കറി വെച്ചിട്ട് ലാസ്റ്റ് ഇതുപോലെ ഇതേ രീതിയിലൊന്ന് താളിച്ച് വെക്കുവാണെങ്കിൽ അടിപൊളി കൊടുക്കുവാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇതാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ബീഫാണ് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് മാത്രമായിരുന്നു ഞാനിത് വെച്ചിരുന്നത്. ഇപ്പം ഞാനിങ്ങനെ താളിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അത് മൂടി വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇതേ രീതിയിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പിരളനായിട്ടിരിക്കുന്ന രീതിയിൽ വഴറ്റിയെടുക്കേണ്ടത്. സവോളയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ വെച്ച് നമുക്ക് ഒരു പറ ചോറിനാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നമുക്ക് ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഞാനിവിടെ നമ്മൾ കപ്പയൊക്കെ സാധാരണ വേവിക്കുന്നത് തേങ്ങ ഒക്കെ ഇട്ട് ചതച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. ഇപ്പോഴത്തെ തേങ്ങയുടെ വില അനുസരിച്ച് തേങ്ങ നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് വിലയല്ലേ. അപ്പോൾ നമുക്ക് തേങ്ങ ഇല്ലാതെ തന്നെ കപ്പ ഈ മഞ്ഞ കളർ, കുട്ടികളൊക്കെ മഞ്ഞ കളറിൽ കപ്പ വേണമെന്ന് പറയുമ്പോൾ തേങ്ങ ഇട്ടല്ലേ നമ്മൾ വെക്കാറില്ല. പക്ഷെ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കാം. അതായത് നമ്മൾ കപ്പ മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വേവിച്ചെടുക്കുക, കുത്തി വേവിച്ചെടുക്കുക. അതിന് ശേഷം ഇതേ രീതിയിലൊന്ന് താളിച്ചൊഴിക്കുക. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന 6 പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അപ്പോൾ അത് കുറവെടുത്താൽ മതി. ഇച്ചിരി എരിവ് കുറഞ്ഞായിരുന്നു. അതുകൊണ്ട് 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ചുള വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് കീറിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി നല്ലപോലെ ചതച്ചെടുത്തതിന് ശേഷം അടുപ്പത്ത് ഒരു ചീനിച്ചട്ടി വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും താളിച്ച് ഇത് കൂടിയിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറാണ്ട് ഒരു ഫ്രൈ പോലെ ആക്കിയെടുക്കുക. ഇതേ രീതിയിൽ ആക്കിയെടുക്കുക, കരിഞ്ഞു പോകരുത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. നല്ലപോലെ കുഴച്ചെടുത്തിട്ട് കഴിച്ച് നോക്കിക്കുക. എന്തൊരു ടേസ്റ്റ് അറിയാം. നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ലെന്ന് പറയത്തേ ഇല്ല. തേങ്ങ ഇല്ലെങ്കിലും കപ്പയെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് വേവിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റ്, കറി പോലും ഇതിന് വേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ കുക്കറിലൊക്കെ സാധനങ്ങളൊക്കെ വേഗം വെക്കുമ്പോഴത്തേക്കും ഈ തെറിച്ചിട്ട് കണ്ട നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത ടൈൽസ് ഭാഗം മുഴുവനും തെറിച്ച് മഞ്ഞൾ കറിയൊക്കെ ആയിട്ടിരിക്കും. കണ്ടില്ല, ഇരിക്കുന്ന. അപ്പം നമ്മൾ കപ്പ വേവിച്ചപ്പോൾ ഒന്ന് തെറിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫുള്ള് നശിച്ച് കിടക്കുകയാണ്. കാര്യം ഇതിങ്ങനെ നമ്മൾ ഡെയിലി ഇങ്ങനെ കുക്കറിലൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ, ഒരുപാടൊക്കെ തെറിച്ച് കഴിയുമ്പോൾ ഇത് ഒരു വെള്ള കളറിലെ ടൈലും കൂടെ ആകുമ്പോഴത്തേക്കും മഞ്ഞ കളർ മാറത്തേയില്ല, അങ്ങനെ തന്നെ പിടിച്ച് കിടക്കും. അപ്പോൾ ഇങ്ങനെ തെറിച്ചൊക്കെ വീഴുമ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൊല്യൂഷനാണ് ഇത് ഈ തയ്യാറാക്കുന്നത്. ഇതൊന്നും തൊട്ട് തൊട്ടാൽ മതി കേട്ടോ. ഒരു കറ പോലും പിടിച്ചെന്ന് പോലും പറയത്തില്ല. നല്ല വെട്ടി തിളങ്ങി കിടക്കും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റ്, വൈറ്റ് കളർ പേസ്റ്റ് തന്നെ എടുക്കണേ. അതാണ് എടുക്കുന്നത്. 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വിനാഗിരിയാണ്, 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് സ്പ്രേ ബോട്ടിലോട്ടോ എന്ത് ബോട്ടിലാണ്ട് കുപ്പിക്ക് ഹോൾ ഇട്ടെടുത്താലും മതി. അതാണ് മതി കേട്ടോ. പിന്നെ ഇതുപോലെ ഹാൻഡ് വാഷിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വീട്ടിലെ ഏതെങ്കിലും സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബറല്ല, നമ്മുടെ സ്പോഞ്ച് ഉണ്ടെങ്കിലും മതി കേട്ടോ. പിന്നെ ഇതേ സ്പോഞ്ചിലാണ് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്ന് കുലുക്കിയതിന് ശേഷം വേണം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് അതുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ ആ ടൈലൊന്ന്
ക്ലീൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ആ ഫുള്ള് പിടിച്ചിരിക്കുന്ന ആദ്യമേ ഞാനൊന്ന് തുടച്ചൊരു തുണി കൊണ്ട് തുടച്ച് കളഞ്ഞായിരുന്നു. അതിന് ശേഷമാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നല്ല സൂപ്പറായിട്ട് ഗ്ലാസ് പോലെ വെട്ടിത്തിളങ്ങും. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ കോൾഗേറ്റ് നമ്മുടെ പേസ്റ്റ് ഏത് പേസ്റ്റാണ് നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ വെള്ള കളറിലെ പേസ്റ്റ് ആയിരിക്കണം എന്ന് മാത്രമല്ല നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചോ ഒന്ന് തുടച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു തുണി വെച്ച് തുടച്ചാലും മതി. ഞാൻ ഇപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ആദ്യം തുടച്ചെടുക്കുന്നുണ്ട്, പിന്നെ ഒരു തുണി വെച്ച് നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം, എന്നാലും ഞാൻ എടുത്ത വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പ് നല്ല ഗ്ലാസ് പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷനും കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലത്തെ പൊടി ഈച്ചകളെ തുരത്താനും വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പം വേണ്ടില്ല നമ്മളൊരു പഴത്തൊലി ഇട്ടാൽ പോലും എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും ഒരു ഇത് കിടന്നാൽ അവിടെ ഈ പൊടി ഈച്ചകൾ വന്നിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ ഞാനിങ്ങനെ അതിലേക്ക് ആ പഴത്തൊലിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഈ പൊടിയീച്ച ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് ആ അടപ്പിൻ്റെ മുകളിലും ഞാൻ കുറച്ച് ഈ ഒരു നമ്മുടെ കോൾഗേറ്റും വിനാഗിരിയും മിക്സ് ചെയ്തത് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരൊറ്റ പൊടിയീച്ച ആ വശത്ത് പോലും ഇല്ല കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് ഈ ഒരു തരുന്നത് കേട്ടോ. ക്ലീൻ ചെയ്യാൻ മാത്രമല്ല പൊടിയീച്ചകളെ മറ്റ് എന്ത് ഈച്ചകളെയും ചെലന്തികളെയും ഒക്കെ വീട്ടിൽ നിന്ന് വീണ്ടും പരിസരത്ത് തുരത്താനും അടിപൊളിയാണ് ഒരു സൊല്യൂഷൻ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ എന്തോരം ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ കയറി ഇറങ്ങിയിട്ട് ഈ ബാത്റൂമൊക്കെ നശിപ്പിച്ച് വെക്കാറുണ്ട് പതിവല്ലേ. അതുമല്ല ഒത്തിരി കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ചെളികൾ ഒരുപാട് പിടിക്കാറുണ്ട്. നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ വെള്ളം തെറിച്ചിട്ട് സോപ്പൊക്കെ തെറിച്ചിട്ടും ഉപ്പുകറ പോലെ വെളുത്ത് പാടുകളൊക്കെ ആയിട്ട് കിടക്കും. അപ്പോൾ ഇതിനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് പൈപ്പ് സെറ്റിങ്ങിൽ സ്റ്റീലിൻ്റെ പൈപ്പ് സെറ്റിംഗ് ഒക്കെ വരുന്നതിലെല്ലാം ഇങ്ങനെ പിന്നെ വെളുത്ത് പാടായിട്ട് കിടക്കും. സോപ്പിൻ്റെ ഒക്കെ തെറിച്ചിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാർപ്പിക്കോ ഒലിക്കൂടോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നമ്മൾ കഞ്ഞിവെള്ളം കളയാൻ വെച്ചിരിക്കണം, ആ കഞ്ഞിവെള്ളം എടുക്കുക, നമുക്ക് ആവശ്യമുള്ള എടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതൊരു തുള്ളിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലോർ ക്ലീനറാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലോർ മാത്രം ക്ലീൻ ചെയ്യാനുള്ളതല്ല, ഇങ്ങനെ എല്ലാത്തിനും വളരെ നല്ലൊരു എഫക്റ്റ് ഉള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇത് കൂടെ ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോയി ക്ലീൻ ചെയ്ത് കാണിക്കാം. അത് കുറച്ചൊന്ന് ഒഴിച്ചിട്ടതിന് ശേഷം മാത്രം നമുക്ക് അധികം ശക്തിക്കോ ഒരയ്ക്കോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തൂത്ത് വിട്ടാൽ മതി. ഇപ്പം ഞാൻ കണ്ടില്ലേ ഈ വാഷ് ബേസിനാണ് ഒന്ന് കാണിക്കണ്ടില്ലേ, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതുപോലെ കറ പിടിച്ചും പൊടി പിടിച്ചും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ആദ്യമേ സ്റ്റീൽ പൈപ്പിലോട്ട് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് അതിലെല്ലാം ഒന്ന് നമുക്ക് തൂക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ തറയും ഇതെല്ലാം ടൈലിലും എല്ലാം ഒഴിച്ച് കൊടുക്കാം. കറ പിടിച്ചിരിക്കുന്നത് അതുപോലെ വെള്ളപ്പാടുകളൊക്കെ ആയിട്ട് കിടക്കുന്ന ഉപ്പ് കറ പിടിച്ചെടുത്ത് എല്ലാം നമുക്ക് കുറച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ക്ലോസറ്റിലും കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. അവളുമായിട്ടെല്ലാം കുറച്ച് നേരം ഒന്ന് ഒഴിച്ചിട്ടേക്കണം. എന്നിട്ട് വേണം നമുക്കൊന്ന് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് വാഷ് ബേസിനൊന്ന് കഴുകിയെടുത്ത് കാണിക്കാം. വേറെ സോപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. വേറെ സോപ്പോ ലിക്വിഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഹാർപ്പിക്കോ ലൈസോളോ ഇങ്ങനെ ഒന്നും വേണ്ട. ഇത് മാത്രം മതി. നമുക്കിത് ചെറിയ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് ശക്തിക്കിട്ട് ഉറയ്ക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഒന്ന് അതുപോലെ തൂത്തെടുക്കുന്ന പോലെ തൂത്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം കാണിച്ചു. അതുപോലെ സിമെൻറ്റിൻ്റെ എന്തെങ്കിലും പെയിൻറ്റിൻ്റെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട് സ്ക്രബ്ബർ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉറച്ച് കൊടുക്കാം. അതെല്ലാം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ വാഷ് ബേസിൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാത്റൂമും കൂടെ നമുക്ക് ബ്രഷ് വെച്ച് തൂത്തെടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് വെച്ചൊന്നും കഴുകാനൊന്നും വയ്യെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വിട്ടാലും ആ ചെളി ഫുള്ള് പോകുന്നതാണ്. കറ എന്തെങ്കിലും മഞ്ഞക്കറ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകുന്ന ബാഡ് സ്മെല്ലെല്ലാം പോകുന്നതാണ്. പിന്നെ ഞാൻ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും ശക്തിക്ക് ഉരയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തൂത്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് വിടുവാണെങ്കിൽ നമ്മുടെ ബാത്റൂം ഇവിടെ ക്ലീനായിട്ട് കിട്ടും. കഞ്ഞിവെള്ളം ഒന്ന് തൊട്ടാൽ മതി. സ്റ്റീലിൻ്റെ പൈപ്പ് സെറ്റിങ്ങിലെല്ലാം നമുക്ക് കഞ്ഞിവെള്ളം ഒന്ന് തൊട്ടാൽ മാത്രം മതി കേട്ടോ. അത്രയ്ക്ക് നല്ല എഫക്റ്റാണ്. നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നമ്മൾ അരി കഴുകുന്ന വെള്ളമുണ്ടല്ലോ, ആ കഴുകുന്ന വെള്ളത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകി വിടാം.
അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. അപ്പോൾ അതേ നമ്മുടെ ബാത്റൂമിൻ്റെ ആ ടൈലിൽ താഴ്ഭാഗം എല്ലാം നല്ല ഇവിടെ ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ചുമ്മാ തൂത്ത് വിട്ടാൽ മതി, അല്ലെങ്കിൽ ചൂലാണെങ്കിലും മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് വിടുവാണെങ്കിൽ ആ ഒരു ഇതിൻ്റെ അകത്ത് വഴുവഴുപ്പ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതുപോലെ അഴുക്കൊക്കെ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ടൈലിലെല്ലാം ഇങ്ങനെ അഴുക്ക് എന്തെങ്കിലും പായൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് എന്നും നമ്മൾ ഈ ബാത്റൂം കഴുകുമ്പോൾ ഇവിടെ എല്ലാം നമ്മളിങ്ങനെയൊക്കെ കഴുകുവാണെങ്കിൽ നമുക്ക് എപ്പോഴും കഴുകേണ്ട കാര്യം വരത്തില്ല. നമുക്കൊരു വയ്യാഴികയോ ക്ഷീണമോ ഒക്കെ പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പെട്ടെന്ന് തയ്യാറാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ നമുക്ക് ശക്തിക്ക് വരയ്ക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. കണ്ടിട്ട് വാഷ് ബേസിനൊക്കെ വെട്ടി ഗ്ലാസ് പോലെ വെട്ടി തിളങ്ങിയിട്ടിട്ടുണ്ട് കണ്ടോ. ബാത്റൂമൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം എന്തോരം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, ഒരു തുള്ളി പോലും കളയരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.